ഇപ്പോഴും എനിക്ക് കമന്ററി ഒക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ സ്റ്റേഡിയത്തിലൊക്കെ ചെന്ന് കളി കാണുമ്പോൾ കാലിങ്ങനെ തരിക്കും. ഒന്ന് സ്റ്റേഡിയത്തിൽ ഇറങ്ങി ഒന്ന് കളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, ഒന്ന് ബോളം തട്ടാൻ പറ്റിയിരുന്നെങ്കിൽ. സൂപ്പർ ലീഗ് കേരളയുടെ ഓൺലി വുമൻ കമന്റേറ്റർ ആണ്. കമന്ററി പറയാൻ എന്തൊക്കെയാ വേണ്ടേ? കോൺഫിഡൻസ്, പിന്നെ അത്യാവശ്യം നോളജ് വേണം, ഷുഡ് നോ അബൌട്ട് പ്ലേയേഴ്സ്, റൂൾസ് അറിയണം, ഒബ്വിയസ്ലി അലേർട്ടായിരിക്കണം. മെസ്സിക്ക് വേൾഡ് കപ്പ് കിട്ടി കഴിഞ്ഞിട്ടുള്ള മൊമെന്റ് അതിൽ പീറ്റർ ഡൂറെ ഇംഗ്ലീഷിൽ പറഞ്ഞ കമന്ററി പറയുന്നുണ്ട്. പക്ഷെ നൂറയ്ക്ക് എന്താണോ പറയാൻ തോന്നുന്നത് അത് നൂറ പറയുന്നു. ഫൈനലി അർജന്റീന 36 വർഷത്തെ കാത്തിരിപ്പ്. The man who made this possible. അദ്ദേഹത്തിന് സന്തോഷിക്കാം. എന്തിനു പറയണം, ലോകത്തുള്ള കോടാനുകോടി ജനങ്ങൾക്ക് ധൈര്യത്തിൽ പറയാം, ഇന്ന് 18-ാം തീയതി ഡിസംബർ 2022 ഫുട്ബോൾ വിജയിച്ചു. The day football completed. ഈ വ്യക്തിക്ക് the great magician ലയണൽ ആൻഡ്രിയസ് മെസ്സി, what more does he have to prove? വേൾഡ് കപ്പിന്റെ തുടക്കത്തെ പരാജയം ഒന്നും ഈ 11 പേരെ തളർത്താനായില്ല. The steadfast stride of Lionel Scaloni's army. റൊണാൾഡോ മെസ്സി കമ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ. റൊണാൾഡോ എന്ന് പറയുന്ന കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് സ്റ്റൈലാണ് ആളുടെ കളി എന്ന് പറയുന്നത്. മേ ബി ഗോൾ സ്കോറിംഗിൽ റൊണാൾഡോ ഇസ് ബെറ്റർ, ഹെഡിങ്ങിൻ്റെ കാര്യം ഹെഡർ വരുമ്പം റൊണാൾഡോ ഇസ് ബെറ്റർ. ബട്ട് ലയണൽ ആൻഡ്രേസ് മെസ്സി എന്ന് പറയുന്നത് ഞാൻ പറയേണ്ട കാര്യമില്ല, ഹീസ് ഫ്രം അനദർ വേൾഡ്. എനിക്കും കമന്ററി പറയണമെന്ന് ആഗ്രഹിച്ച് വരുന്നവരോട് നൂറയ്ക്ക് എന്താ പറയാനുള്ളത്? ഫുട്ബോളിനെ കുറിച്ച് അറിയാം, എൻജോയ് ചെയ്യുക. കമന്ററി പറയുമ്പം ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആയി അയ്യോ എന്നുള്ള ഫീൽ ആവരുത്. എൻജോയ് ദ ഗെയിം, enjoy what's happening, express yourself.